ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ വൃശ്ചിക കാർത്തിക ദീപം തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ പഴമൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ. പഴമൊക്കെ എടുത്ത് വെച്ച് തന്നെ കാച്ചിലൊക്കെ എടുത്ത് വെച്ച് കാച്ചിൽ ചെമ്പ് പുഴുങ്ങിയെല്ലാം എടുത്ത് വെച്ച് ചന്ദനത്തിരിയൊക്കെ കുത്തി പിരിക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഒന്നാമതായിട്ട് കുറച്ചൊന്ന് ലേറ്റായി, അതിൻ്റെ ഒരു വെപ്രണം കൂടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കരിക്കൊക്കെ വീട്ടിലൊക്കെ കഴിക്കുക തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാ വർഷം കരിക്കൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് പുറത്ത് ദീപം കത്തിക്കാനൊക്കെ ആയിട്ട് ഏട്ടൻ മക്കളൊക്കെ പുറത്ത് വെക്കും കേട്ടോ. അപ്പോൾ അകത്ത് ദീപം കത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പുറത്ത് കത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ തന്നെ ആദ്യമേ കൊച്ചു വിളക്കിൽ അതിന് തിരിയൊക്കെ കത്തിച്ചു, ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് പിന്നെ അതിനുശേഷം അവിടെ നിന്ന് കത്തിച്ചാണ് വലിയ വിളക്കിലോട്ട് കത്തിക്കുന്നത് കേട്ടോ. പിന്നെ വലിയ വിളക്കിൽ നിന്ന് ദീപം കത്തിച്ചാണ് നമ്മുടെ പുറത്തുള്ള ഇതിലൊക്കെ കത്തിക്കുന്നത്, വിളക്കിലെല്ലാം കത്തിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ചന്ദനത്തിരി കത്തിച്ചിട്ട് കത്തുന്നില്ല കേട്ടോ. അങ്ങനെ അതിങ്ങനെ കത്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ അതിൽ നിന്ന് കത്തിച്ചാണ് അതെ വിളക്ക് കത്തിക്കുകയാണ്. അപ്പോൾ അമ്മ വന്നിങ്ങനെ എണ്ണയൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് തിരിയൊക്കെ ഇങ്ങനെ നീട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരിയൊക്കെ കത്തിച്ച് ഇനിയിപ്പോൾ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് ആ ഒരു ദീപമാണ് നമ്മൾ മനുഷ്യരാതിലേക്ക് കൊണ്ട് കത്തിക്കുന്നത്. ചന്ദനത്തിരിക്ക് എന്ത് പറ്റിയത് കത്തിച്ചിട്ട് കത്തുന്നില്ല കേട്ടോ. വലിയ പാടാണ് ചന്ദനത്തിരി കത്തി വരാനായിട്ട്. അവസാനം ചെറിയ വിളക്കിന് കത്താൻ ഞാൻ പിന്നെ വലിയ വിളക്കിലോട്ട് എടുത്ത് കത്തിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പുറമേയുള്ള കാഴ്ചകളും കൂടി കാണാം കേട്ടോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് വിളക്കൊക്കെ കത്തിച്ച് ഇനി നമ്മൾ ഇതിൽ നിന്നുള്ള ദീപമൊക്കെ എടുത്ത് പുറത്തുള്ള മൺചിരാതിലെല്ലാം വിളക്ക് കത്തിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ 2 വിളക്കാണ് കത്തിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മൾ സാധാ കത്തിക്കുന്ന വിളക്ക്, പിന്നെ നമ്മുടെ വലിയ വിളക്കൊന്ന് കത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്നെ തിരികെ എല്ലാം എടുത്തുകൊണ്ട് പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ വാഴത്തണ്ടൊക്കെ വെട്ടി അവിടെ ചെറിയൊരു വിളക്ക് കത്തിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ മൺചിരാതൊക്കെ വെച്ച് പക്ഷേ തിരിയൊന്നും ഇട്ടിരുന്നില്ല കേട്ടോ. ഒന്നാമത് നമ്മൾ ലേറ്റായി പോയി കത്തിക്കാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കത്തിച്ച് തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു വെപ്രാളം കൂടി ഉണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം ഞങ്ങളാണ് ആദ്യം കത്തിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം എന്തോ കുറച്ചൊന്ന് ലേറ്റായി പോയി. അങ്ങനെ തന്നെ തിരിയൊക്കെ ഇട്ട് നമ്മൾ ഓരോന്നും ഇടുമ്പോഴത്തേക്ക് അത് തിരി വലുതായി പോകുന്നു കേട്ടോ. അല്ലെങ്കിൽ വിളക്ക് ചൂണ്ടിരിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇതായാലും കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റൗവിനെ കത്തിച്ചായിരിക്കുന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ തിരിയൊക്കെ ഇടുകയാണ് കേട്ടോ. പിന്നെയാണ് ആലോചിച്ച് തിരിയൊന്ന് ചെറുതാക്കി ഇട്ടാൽ മതിയായിരുന്നു. അപ്പോൾ തിരികെ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു. എന്ന സമയമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ സ്വല്പം വലുതാക്കിയാണ് ഇരുന്നത് കേട്ടോ. എന്നിട്ട് എല്ലാത്തിനും തിരിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വിളക്കിനെയും കാട്ടി വലിയ തിരിയാണ് കേട്ടോ. ഇരുന്ന് കത്തട്ടെ എന്ന് വെച്ചാണ് അതേപോലെ ഇതിട്ട്. പക്ഷേ എണ്ണയൊന്നും ഞാൻ അത്രയ്ക്കും ഒഴിച്ച് കൊടുക്കാത്തതുകൊണ്ട് അത് അങ്ങനെ ഇരിക്കുമെന്ന് കുറേ നേരം വിളക്ക് ഇരിക്കുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ തന്നെ മേളിൽ താഴെ വരെ തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. ചുറ്റിനുള്ളതുകൊണ്ട് എവിടെയൊക്കെയാണെന്ന് പോലും നമുക്ക് ചോദിച്ചാൽ അറിയാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ഒന്ന് അവിടെ ഇവിടെയൊക്കെ തിരിയിട്ടിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഇടാനായിട്ട് വിട്ടു പോവുകയൊക്കെ ചെയ്തു കേട്ടോ. കത്തിച്ചതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എണ്ണയൊക്കെ ഒഴിക്കാൻ കേട്ടോ. ഒന്നിന് മേലായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൈ തട്ടി തറയെ വീഴുമോ അല്ലെങ്കിൽ കുപ്പി തട്ടി തറയെ വീഴുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാതിരിക്കുന്നത് തന്നെ ചരിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ പതുക്കെയാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ.